എറണാകുളത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു. കലൂരിൽ പോലീസുകാരന് നേരെ ആക്രമണമുണ്ടായി. സ്പെഷ്യൽ SI മധുവിനാണ് പരിക്കേറ്റത്. ആക്രമണം നടത്തിയ പാലാരിവട്ടം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേരുന്നു. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ. SK ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SI മധുവിനാണ് പരിക്കേറ്റത്. ഈ എറണാകുളം മാർക്കറ്റിന്റെ പരിസരത്ത്, പുതിയ മാർക്കറ്റിന്റെ പരിസരത്ത് ഈ സ്കൂൾ കുട്ടികളുമായി, പ്രായപൂർത്തിയാകാത്ത സ്കൂൾ പെൺകുട്ടികളുമായി ആളുകൾ എത്തുന്നുണ്ട്. ചില ലഹരി മാഫിയ സംഘങ്ങൾ എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ടായിരുന്നു. ആ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് SI മധു അവിടെ എത്തിയത്. 2 അംഗ സംഘം അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ കുട്ടിയും ഉണ്ടായിരുന്നു. ഇവരുടെ ദൃശ്യം, അതായത് ഇവർ ലഹരി ഉപയോഗിക്കുകയാണോ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഇടിക്കട്ട ഉപയോഗിച്ച ഈ സ്പെഷ്യൽ ബ്രാഞ്ച് SIയെ മർദ്ദിച്ചത്. അദ്ദേഹത്തിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആയുധമടക്കം കരുതിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ലഹരി സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ ആലപ്പുഴ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് അവിടെ എത്തിയത്, എന്തിനാണ് ഈ ആയുധം, ഇടിക്കട്ട അടക്കമുള്ള കാര്യങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകും. ഈ പരിക്കേറ്റ ആളുടെ, പോലീസുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരു അന്വേഷണത്തിന് വേണ്ടി എത്തിയ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. കൊച്ചിയിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ പിടിമുറുകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും വിദ്യാർത്ഥികളാണ്, ചെറിയ പ്രായമുള്ള ആളുകളാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. SK.